ഹലോ എവൻ, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ നിങ്ങൾ തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ ഞാൻ എങ്ങനെ സ്വിറ്റ്സർലാൻഡിൽ എത്തി എന്നുള്ളതിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. അതുപോലെ തന്നെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ, എൻ്റെ വീഡിയോയുടെ എൻ്റെ കണ്ടൻസ് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ ഇതൊക്കെ ഒന്ന് ചെയ്യാം കേട്ടോ. ഓക്കെ. അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം നമ്മൾ യൂട്യൂബിൽ വീഡിയോ ഇടാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു ബിലോ 3 months ആയി. ഓക്കെ. അപ്പോൾ പക്ഷെ ഇന്നലെ ഞാൻ എങ്ങനെ ഇവിടെ എത്തിയെന്നോ അല്ലെങ്കിൽ ഞാൻ എന്തായിരുന്നു എന്നോ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും ഞാൻ വ്യക്തമായിട്ട് ഇവിടെ പറഞ്ഞിട്ടില്ല. അപ്പോൾ അതൊന്ന് പറയാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. ചില കമൻസൊക്കെ വന്നു അങ്ങനെ എങ്ങനെ എത്തി എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒന്ന് പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത് കേട്ടോ. ഞാൻ ബേസിക്കലി എൻ്റെ പേര് ഇതുവരെ ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. എൻ്റെ പേര് സന്ദീപ് എന്നാണ്. ഞാൻ തൃശ്ശൂർ കുന്നംകുളം സ്വദേശിയാണ്. വൈഫിൻ്റെ പേര് വിജി എന്നാണ്. ഒരു മോളുടെ പേര് ദേവനന്ദ. ഓക്കെ. അപ്പോൾ വൈഫിൻ്റെ വീട് എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 15 kilometer അകലെയാണ്. തൃശ്ശൂർ പാലക്കാട് ബോർഡറായിട്ട് വരും ആളുടെ വീട്. ഓക്കെ. പക്ഷേ ഞങ്ങൾ വർക്ക് ചെയ്തിരുന്നത് എറണാകുളത്താണ്. ഞങ്ങളൊരു കഴിഞ്ഞൊരു 6 വർഷമായിട്ട് എറണാകുളത്താണ് സെറ്റിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം ആളവിടെ വർക്ക് ചെയ്യുന്നത്, ഞാൻ തൃശ്ശൂർ വർക്ക് ചെയ്തിരുന്നു കുറേ കാലം. അപ്പോൾ ഞാൻ എറണാകുളത്ത് നിന്ന്, അതായത് ആലുവയിൽ നിന്ന് തൃശ്ശൂർ പോയി വന്നിരുന്നു കുറേ കാലം. പിന്നെ ഞാൻ എറണാകുളത്തേക്ക് എനിക്ക് ട്രാൻസ്ഫർ ആയി. ഞാനൊരു സഹകരണ സ്ഥാപനത്തിൽ, അതായത് സഹകരണ ബാങ്കിങ് സ്ഥാപനത്തിൻ്റെ ബ്രാഞ്ചിൻ്റെ മാനേജറായിട്ടായിരുന്നു ലാസ്റ്റ് വർക്ക് ചെയ്തിരുന്നത്. വൈഫ് ഓൾറെഡി IT ഫീൽഡായിരുന്നു. ആൾ ഇൻഫോപാക്കിൽ ഒരു IT കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. കമ്പനിയുടെ പേരൊന്നും ഞാൻ എവിടെയും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ഞാൻ പെട്ടെന്ന് പറയാം കേട്ടോ. കാരണം ഇതൊരു വലിയൊരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ. അപ്പോൾ ഞങ്ങൾ 4-5 വർഷമായിട്ട് ആലുവയിലാണ്. മാരേജ് കഴിഞ്ഞ ശേഷം മുതൽ 6 വർഷത്തോളം ഞങ്ങൾ ആലുവയിൽ സെറ്റിൽഡ് ആയിരുന്നു. മോള് പിന്നെ കളമശ്ശേരിയുള്ള ഒരു സ്കൂളിലാണ് പഠിച്ചിരുന്നത്. നമ്മൾ LKG UKG ഒക്കെ അവിടെയാണ് പഠിച്ചത്. അതിനുശേഷമാണ് നമ്മൾ ഇങ്ങോട്ട് പോകുന്നത്. UKG ഏകദേശം ഡിസംബർ വരെ അവിടെ പോയി. അതിനുശേഷമാണ് ഞങ്ങൾ അവിടുന്ന് ഇങ്ങോട്ട് എത്തിപ്പെട്ടത്. അത് വരാനുണ്ടായ സാഹചര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വൈഫ് ഓൾറെഡി IT കമ്പനിയിലാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ കമ്പനിയിൽ അവരുടെ പ്രൊജക്റ്റിൻ്റെ ബേസ് ചെയ്തിട്ട് അവർക്ക് ഓൺസൈറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കിട്ടും. IT കമ്പനിയിൽ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ അറിയാം ഓൺസൈറ്റ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട്. അപ്പോൾ അതിങ്ങനെ വൈഫിന് ഇങ്ങനെ വന്നപ്പോൾ ആദ്യം ഞങ്ങൾ 2023 അവൾക്കിത് വന്നു. അപ്പോൾ ആ സമയത്ത് ഞങ്ങളുടെ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിൽ തന്നെ നിൽക്കുക എന്നുള്ളത് തന്നെയായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. ഇങ്ങോട്ട് മാറിപ്പോവുക, കാരണം ഒരുമിച്ച് താമസിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ എയിം. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ തൃശ്ശൂരും വൈഫ് എറണാകുളത്തുള്ളപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് നിൽക്കാൻ വേണ്ടി തന്നെയാണ് ഞങ്ങൾ ആലുവ സ്റ്റേയിങ് വെച്ചിട്ട് ഞാൻ കുറച്ച് പോയി വന്നാലും ഒരുമിച്ച് സ്റ്റേ ചെയ്യാന്നുള്ള ഐഡിയയിലാണ് അവിടെ നിന്നത്. സോ അതുകൊണ്ട് തന്നെ അവൾക്കിപ്പോൾ ഓൺസൈറ്റ് ഓപ്പർച്യൂണിറ്റി കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് സ്വാഭാവികമായിട്ടും കൂടെ വരാൻ പറ്റില്ല. കാരണം ഇപ്പോൾ അവൾക്ക് വന്ന ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ 3 months ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. 3 months പോയിട്ട് തിരിച്ചു വരിക എന്നുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ് ആദ്യം വന്നത്. ആദ്യം ഞങ്ങൾക്ക് അതിന് താല്പര്യമുണ്ട്. എനിക്ക് അത്ര വലിയ താല്പര്യമുണ്ട്. കാരണം 3 months പോയി കഴിഞ്ഞാൽ നമുക്കും പോകാൻ പറ്റില്ല. ആളവിടെ പോയി നിൽക്കണം. അപ്പോൾ പിന്നെ കുട്ടിയുടെ കാര്യം ബുദ്ധിമുട്ടാണ്. കുട്ടി അപ്പോൾ ചെറുതാണ്. ഒന്നൊന്നര കൊല്ലം മുമ്പത്തെ കാര്യം പറയണേ. അപ്പോൾ ആ സമയത്ത് കുറച്ചും കൂടി ചെറുതാണ് മോള്. അവൾക്ക് അമ്മയെ വിട്ട് നിൽക്കുക എന്ന് പറഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അത് ഇത്തിരി ടാസ്ക് ആയതുകൊണ്ട് ഞാൻ അത്ര അധികം അതിന് ഇൻട്രസ്റ്റഡ് ആയിരുന്നില്ല ആ ഒരു ടൈമിൽ. അതിനുശേഷം പിന്നെ കമ്പൽസറി ആയിട്ട് പോകണം എന്നുള്ളൊരു റിക്വയർമെൻറ്റ് വന്നു. അപ്പോൾ ആ സമയത്ത് പിന്നെ വേറെ നിവൃത്തിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ അതിന് പോകുക എന്നുള്ളത് തന്നെ ഉണ്ടായിരുന്നുള്ളൂ ഓപ്ഷൻ. അപ്പോൾ ഞങ്ങൾ എന്ത് പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ അവളിപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ പറഞ്ഞു ഓൾറെഡി അറിയാമല്ലോ, സ്വിറ്റ്സർലാൻഡ് എന്നുള്ള രാജ്യമാണ് നമ്മളെല്ലാവരുടെയും ഒരു ഡ്രീം ഡെസ്റ്റിനേഷനാണ്. അതിപ്പോൾ മുമ്പ് ഞാൻ നാട്ടിൽ കഴിഞ്ഞൊരു 7 കൊല്ലം ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ കുറച്ച് കാലം ഞാൻ വളരെ ഷോർട്ട് പീരീഡ് ഞാൻ മിഡിൽ ഈസ്റ്റിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ആദ്യം പഠിപ്പൊക്കെ കഴിഞ്ഞിട്ട് 6 months ഒക്കെ നാട്ടിൽ വർക്ക് ചെയ്ത ശേഷം ഞാൻ പോയത് നേരെ മിഡിൽ ഈസ്റ്റിലോട്ടാണ്. പക്ഷേ ഇവിടെ എന്തോ ഈ നാട് വിട്ട് നിൽക്കുക എന്നുള്ളത് അത്ര വലിയൊരു ഇൻട്രസ്റ്റ് ഉള്ള ആയിരുന്നില്ല ആ സമയത്ത്. പിന്നെ അത് പറയാതെ മിഡിൽ ഈസ്റ്റ് അത്ര വലിയൊരു താല്പര്യമായില്ല. ആ ജോബും അത്ര വലിയൊരു ഇൻട്രസ്റ്റ് ഉള്ള ജോബായിരുന്നില്ല. എനിക്ക് താല്പര്യമില്ലാത്തൊരു ജോബൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അവിടെ പിടിച്ച് നിൽക്കുക എന്നുള്ളത് ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു. ഭയങ്കര സ്ട്രഗിളായിരുന്നു. സോ അത് ഞാൻ ക്വിറ്റ് ചെയ്തിട്ടാണ് വീണ്ടും ഞാൻ നാട്ടിലോട്ട് തിരിച്ചു വന്നത്. അപ്പോൾ ആ സമയത്ത് തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇനി നാട് വിട്ട് പോവില്ല, എന്തായാലും പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിലോട്ട് പോവില്ല. പോവുകയാണെങ്കിൽ യൂറോപ്യൻ കൺട്രീസിനോട് അന്നും താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ അത് എത്തിപ്പെടാൻ പറ്റാത്തൊരു സ്വപ്നമായി നിന്നതുകൊണ്ട് ഞാൻ പിന്നെ അതിനെ വലിയ കാര്യമായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഈ ഒരു സാഹചര്യം ഇങ്ങനെ വന്നത്. അപ്പോൾ വരണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഒരുമിച്ച് വരണം എന്നാണ് ആഗ്രഹം. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ ഈ ഷോർട്ട് പീരീഡിന് വൈഫ് വരുന്ന സമയത്ത് ഒരുമിച്ച് വരലൊന്നും നടക്കില്ല. അപ്പോൾ പിന്നെ എന്ത് ചെയ്തു വെച്ചെങ്കിൽ അവളെ വിട്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്ന് വെച്ചെങ്കിൽ നമുക്ക് ഇതെടുത്ത് വരാം, അതായത് വിസിറ്റിംഗ് വിസ എടുത്തിട്ട് വരാം എന്നുള്ള ഒരു ഐഡിയ എടുത്തു. അങ്ങനെ 2023 ഏകദേശം സെപ്റ്റംബർ മാസം വൈഫ് ഇങ്ങോട്ട് പോകുന്നു. ആൾക്ക് എല്ലാം ശരിയായി, വിസയും കാര്യങ്ങളൊക്കെ ശരിയായി, വർക്ക് പെർമിറ്റ് വന്നു, വിസ വന്നു, എല്ലാം വന്ന് ആൾ ഇങ്ങോട്ട് പോന്നു. ഞാനെന്ത് പണി വെച്ചെങ്കിൽ ആ സമയം കൊണ്ട് ഈ പറഞ്ഞ പോലെ എങ്ങനെയാണ് ഷെങ്കൻ വിസയ്ക്ക് അപ്ലൈ ചെയ്യുക, ഞാനും മോളും കൂടിയിട്ട് എങ്ങനെ വരാമെന്നുള്ള ഒരു സെർച്ചിങ്ങിലായിരുന്നു. കാരണം ഇവിടെ നിന്ന് കാണുക എന്നുള്ളത് നമ്മുടെ ഒരു ആഗ്രഹമായിരുന്നു.
സ്വിറ്റ്സർലാൻഡ് എന്ന് പറഞ്ഞ കൺട്രി കാണുക. സ്വിറ്റ്സർലാൻഡ് എന്നല്ല, ഏതെങ്കിലും ഒരു യൂറോപ്യൻ രാജ്യത്തിലോട്ട് വന്ന് ഇവിടെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാന്നുള്ളത് വലിയൊരു ആഗ്രഹമായിരുന്നു. പണ്ടേ മുതൽ യാത്രകൾ ഒരുപാട് ഇഷ്ടമാണ്, രാജ്യങ്ങൾ കാണാൻ ഒരുപാട് ഇഷ്ടമാണ് എനിക്ക്. പക്ഷെ അവിടെ പോയി സ്ഥിരമായി നിന്ന് ജോലി ചെയ്യുക എന്നുള്ളത് അത്ര വലിയ ഇൻട്രസ്റ്റ് ഉള്ള കേസ് ആയിരുന്നില്ല പ്രത്യേകിച്ച്. പക്ഷേ യൂറോപ്പൊക്കെ എനിക്ക് ഇഷ്ടമായിരുന്നു കേട്ടോ. യൂറോപ്പിനോട് അങ്ങനെ ഒരു ദേഷ്യം ഉണ്ടായിരുന്നില്ല. കാരണം യൂറോപ്പിൽ നിന്ന് കുറച്ച് വെതർ, കുറച്ച് തണുപ്പുള്ള വെതർ ഉള്ള രാജ്യങ്ങളോട് എനിക്ക് പ്രത്യേക ഇഷ്ടമാണ്. അങ്ങനത്തെ സ്ഥലങ്ങളോട് എനിക്ക് വലിയ ഇഷ്ടമാണ്. അപ്പോൾ അതായിരുന്നു നമ്മുടെ ഒരു ആഗ്രഹം. പക്ഷെ അത് നടക്കാത്തൊരു സ്വപ്നം എന്നുള്ള രീതിയിൽ, നടക്കാത്തൊരു ആഗ്രഹം എന്നുള്ള രീതിയിൽ വിട്ടൊരു സ്വപ്നങ്ങളായിരുന്നു. പക്ഷേ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നു. അപ്പം എന്നാൽ കാണാനെങ്കിലും വരാമല്ലോ എന്നുള്ള രീതിയിൽ അറ്റ്ലീസ്റ്റ് ഞങ്ങൾ 2023 ഞാനിതുപോലെ വൈഫോടുള്ള സമയത്ത് ഷെങ്കൻ വിസയ്ക്ക് അപ്ലൈ ചെയ്ത് എനിക്ക് മോൾക്കും ഷെങ്കൻ വിസ കിട്ടി. ഞങ്ങൾ ഇങ്ങോട്ട് വന്നു. അങ്ങനെ 20 ദിവസം ഞങ്ങളിവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നല്ല ഇവിടുത്തെ ഈ ഒരു ആ ഒരു അറ്റ്മോസ്ഫിയറും ഇവിടുത്തെ ഒരു കൾച്ചറും കാര്യങ്ങളെല്ലാം കണ്ടപ്പോൾ ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം നമ്മൾ വിചാരിച്ച പോലെയൊന്നുമല്ല, ഭയങ്കര വ്യത്യാസമായിരുന്നു. നല്ലൊരു ആംബിയൻസ് ആയിരുന്നു. എന്താ പറയുക, വല്ലാതെ ഇഷ്ടപ്പെട്ടു. എന്തായാലും പ്രത്യേകിച്ച് റീസണൊന്നുമില്ല. മോഹൻലാൽ മറ്റേ പടത്തിൽ പറഞ്ഞ പോലെ അങ്ങ് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ആ ഒരു ഇഷ്ടം മനസ്സിൽ വെച്ചുകൊണ്ട് 20 ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തിരിച്ചുപോയി. ഞാനും മോളും തിരിച്ചുപോയി. 3 മാസം എന്നുള്ള ഒരു കാലാവധി കഴിഞ്ഞപ്പോൾ വൈഫും റിട്ടേൺ വന്നു. അപ്പോൾ നാട്ടിലെത്തി ഞങ്ങളുടെ യൂഷ്വൽ ജോബുകൾ കണ്ടിന്യൂ ചെയ്തു. ഞാൻ എൻ്റെ ജോലിക്ക് പോയി തുടങ്ങി. വൈഫ് അവൾ നാട്ടിൽ വന്നിട്ട് അതേ ജോബ് തന്നെ കണ്ടിന്യൂ ചെയ്ത് നാട്ടിൽ പോയി തുടങ്ങി. അപ്പോൾ എങ്കിലും ആ ഇഷ്ടം അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു ആഗ്രഹം, അല്ലെങ്കിൽ ഏതെങ്കിലും യൂറോപ്യൻ രാജ്യത്ത് എങ്ങനെയെങ്കിലും ഇപ്പോൾ ഇവിടെ നിന്ന് അവളുടെ കമ്പനിയിൽ നിന്നല്ലാതെ തന്നെ ഞങ്ങൾ രണ്ടുപേരും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ട്രൈ ചെയ്തിട്ട് വരാനുള്ള ശ്രമങ്ങളും ഞങ്ങൾ ഇതിൻ്റെ പാരലായിട്ട് ആരംഭിച്ചിട്ടുണ്ടായിരുന്നു, എങ്ങനെയെങ്കിലും യൂറോപ്പിലോട്ട് എത്തുക എന്നുള്ളത്. അപ്പോൾ ആ സമയത്താണ് വീണ്ടും അവളുടെ കമ്പനിയിൽ നിന്ന് തന്നെ ഒരു ഓൺസൈറ്റ് ഓപ്പർച്യൂണിറ്റി വീണ്ടും അവൾക്ക് വന്നത്. അതായത് ലോങ് ടൈം പോകാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി വന്നത്. ദൈവാനുഗ്രഹം പോലെ കിട്ടിയതാണത്, എങ്ങനെയോ വന്ന് പെട്ടതാണ്. അപ്പോൾ അവളെന്നോട് ഇങ്ങനെ ചോദിച്ചു, ഇങ്ങനെ വീണ്ടും പോകാനുള്ള ഓപ്ഷൻ ഉണ്ട്, എന്താ വേണ്ടതെന്നുള്ളത് ചോദിച്ചു എൻ്റെ അടുത്ത്. ഞാൻ പറഞ്ഞു, എന്താ സംശയം, തീർച്ചയായും പോകാം. കാരണം വന്നിട്ട് തന്നെ നമുക്കങ്ങോട്ട് മുഴുവനായില്ല. ആകെ 20 ദിവസം എനിക്ക് നിൽക്കാൻ പറ്റുള്ളൂ, അവൾ 3 മാസം നിന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ വല്ലപ്പോഴും കിട്ടുന്ന അവസരങ്ങളല്ലേ. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ പണ്ടേ മുതൽ യൂറോപ്പിലോട്ട് വരിക എന്നുള്ളത് വലിയൊരു ആഗ്രഹം തന്നെയായിരുന്നു. പക്ഷേ യൂറോപ്പ് കാണുക എന്നുള്ളതായിരുന്നു അന്ന് ആഗ്രഹം. അപ്പോൾ അതൊരിക്കൽ കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ കുറച്ച് കാലം നിൽക്കണം എന്നുള്ള ആഗ്രഹമായി. അപ്പോൾ അതും മനസ്സിൽ കയറിക്കൂടി. നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മളൊക്കെ ജീവിക്കണേ. എല്ലാം സാധിച്ചില്ലെങ്കിലും ഇതുപോലുള്ള ആഗ്രഹങ്ങൾ, സാധിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഏത് രീതിയിലും സാധിച്ചെടുക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. സോ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, എന്താ സംശയം എടുത്തോ, നോക്കിക്കോ, ലോങ് ടൈം ആണെന്നുണ്ടെങ്കിൽ നമുക്കും കൂടി വരാമല്ലോ, ഫാമിലിക്കും കൂടി വരാമല്ലോ, അതിനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ. അപ്പോൾ അത് നീ അന്വേഷിക്കുക, അത് ചോദിക്കുക, കാര്യങ്ങളൊക്കെ ചോദിക്കാൻ പറഞ്ഞു. അപ്പോൾ ആ രീതിയിൽ അവൾ ചോദിച്ചു, സംസാരിച്ചു. അപ്പോൾ അത് ആദ്യം പെർമിഷന് വേണ്ടിയിട്ട്, അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവൾ നീക്കി. എന്തിനായാലും അപ്രൂവൽ കിട്ടി. അതിൻ്റെ പിന്നിൽ ഒരുപാട് നൂലാമാലകളുണ്ട് കേട്ടോ. അതൊന്നും നമ്മൾ വിചാരിക്കുന്ന പോലത്തെ ഈസി ഒന്നുമല്ല. പക്ഷെ എന്നിരുന്നാലും നമ്മൾ പുറത്തുനിന്ന് ഒരു ട്രൈ ചെയ്തിട്ട് യൂറോപ്പിലോട്ട് വരുന്നതിനെക്കാട്ടും ഈസി ആയിരിക്കും കമ്പനി വഴി വരിക എന്നുള്ളത്. ഒരുപാട് അപ്രൂവൽസും കാര്യങ്ങളൊക്കെ അവൾക്ക് കിട്ടാനുണ്ടായിരുന്നു. അതെല്ലാം ദൈവാനുഗ്രഹം കൊണ്ട്, ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് അതെല്ലാം കിട്ടി. അപ്പോൾ ഞാൻ ഫുൾ സപ്പോർട്ടായിരുന്നു. കാരണം ഞാൻ പറഞ്ഞില്ല, വൺസ് വന്നു പോയ ശേഷം വലിയ താല്പര്യമായിരുന്നു ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട്. നമ്മളിപ്പോൾ ഇങ്ങനെ വരുന്നതിൻ്റെ ഒരു വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളായിട്ട് ട്രൈ ചെയ്ത് ഇങ്ങോട്ട് വന്നിട്ട് ഒരു കമ്പനിയുടെ ജോലിയായിട്ട് വരിക എന്നുണ്ടെങ്കിൽ നമുക്ക് ലൈഫ് ലോങ് നിൽക്കാം. പക്ഷേ ഈ രീതിയിൽ വരുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, കമ്പനി എന്ന് പറയുമ്പോൾ തിരിച്ചു പോകാൻ അന്ന് തിരിച്ചു പോരേണ്ടി വരും. ഇതൊരു ഷോർട്ട് ടൈം, ലോങ് ടൈം എന്ന് പറയുന്നുണ്ടെങ്കിലും അത് ലോങ് ടൈം എന്ന് പറയുന്നത് ഒരു 6 മാസത്തിന് മേലെ വരുന്നതിനാണ് ലോങ് ടൈം എന്ന് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ 6 മാസം മിനിമം വരുന്നതിനാണ് ലോങ് ടൈം എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 6 മാസം മാത്രമാണ് അതിനൊരു എന്തെങ്കിലും ഒരു ഗ്യാരണ്ടി ഉള്ളൂ. 3 മാസം വന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഒരു 6 മാസം, അതിനാണ് ഇവർ ലോങ് ടൈം എന്ന് ഉദ്ദേശിക്കുന്നത്. പക്ഷേ 1 ഇയർ വർക്ക് പെർമിറ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടാണ് വരിക. അപ്പോൾ എന്നിരുന്നാലും എന്ത് തന്നെ ആയാലും, എത്ര മാസത്തെയായാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ, നമുക്കും കൂടി വരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നീ എടുത്തോ എന്നുള്ള രീതിയിൽ ഞാൻ വൈഫിനോട് പറയുകയും അത് കിട്ടി. അതിന് ബാക്കിയുള്ള കാര്യങ്ങളും ഡോക്യുമെൻറ്റേഷനും കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മളിങ്ങോട്ട് വരികയായിരുന്നു ഉണ്ടായത്. ആക്ച്വലി ഞാനൊരു ബ്രേക്ക് എടുത്തു എൻ്റെ ജോലിക്ക്. കാരണം ഈ നമ്മളൊക്കെ ജീവിക്കുന്നത് എന്തിനാ, ആഗ്രഹങ്ങൾ സബലീകരിക്കാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ ഇങ്ങോട്ട് വരിക എന്നുള്ളത് എൻ്റെ ഒരു ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു. അപ്പോൾ അതിനൊരു അവസരം കിട്ടിയപ്പോൾ ഞാൻ ഒന്നും നോക്കിയില്ല, അത് പ്രൊസീഡ് ചെയ്യായിരുന്നു. നമുക്ക് ഓരോരോ ആഗ്രഹങ്ങൾ ഏത് രീതിയിലും സാധിക്കുക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചോളം എൻ്റെ ലക്ഷ്യം. എന്നെ സംബന്ധിച്ചോളം വലിയ കുറേ പൈസ ജീവിതത്തിൽ ഉണ്ടാക്കി കൂട്ടി വെച്ച് ഭാവിയിൽ ഇനി 60 വയസ്സ് കഴിയുമ്പോൾ ജീവിക്കാമെന്നുള്ള ഒരു മെൻറ്റാലിറ്റി ഒന്നുമില്ല. എന്നാലും ആവശ്യത്തിന് പൈസ വേണം, അതറിയാം, എല്ലാവർക്കും അറിയാം. അപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കുക, അതിനെക്കുറിച്ച് മാത്രമാണ് ഇപ്പോഴത്തെ ചിന്ത. പിന്നെ ഇവിടെ വരികയെന്ന് വെച്ചാൽ വെറുതെ വരുമെന്നല്ലല്ലോ. കാരണം ഇപ്പോൾ ഉള്ള കമ്പനിയെ സംബന്ധിച്ച് വരികയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് ആളുടെ ജോബ്
ലൂസ് ചെയ്യുന്നില്ല. ആ ജോബ് തന്നെ ഇവിടെ വന്ന് ചെയ്യുന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ രീതിയിലുള്ള സാലറിയും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കിട്ടും. അപ്പോൾ ഒരു മോണിറ്ററി ബെനിഫിറ്റ് നോക്കുകയാണെങ്കിലും അതും ബെനിഫിറ്റാണ്. ഇവൻ ഫാമിലി ആയിട്ട് വന്നാൽ പോലും അത്യാവശ്യം ബെനിഫിറ്റാണ്. നാട്ടിൽ വർക്ക് ചെയ്യുന്നതിനെക്കാട്ടും ബെനിഫിറ്റാണ് ഇവിടെ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ടാമതൊന്നും ആലോചിക്കേണ്ട, ഞാൻ പറഞ്ഞു, എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങളിവിടെ എത്തിയത്. കഴിഞ്ഞ വർഷം ഏകദേശം, അതായത് 2024 ഒക്ടോബറിൽ വൈഫ് ഇവിടെ എത്തി. ഞാനൊരു 1.5 മാസം കഴിഞ്ഞപ്പോൾ ഞാനും മോളും ഇവിടെ എത്തി. ഇപ്പോൾ ഏകദേശം ഒരു 4-5 മാസം ആവുന്നു മൊത്തത്തിൽ ഞങ്ങളിവിടെ എത്തിയിട്ട്. അപ്പോൾ സുഖസുന്ദരമായിട്ട് പോകുന്നു, ഹാപ്പി ആയിട്ട് പോകുന്നു ലൈഫ്. ഞാനിപ്പോൾ ഇവിടെ പാർട്ട് ടൈമായിട്ട് എൻ്റെ രീതിയിൽ ട്രേഡിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നു. ഞാൻ വർഷങ്ങളായിട്ട് ട്രേഡിങ് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ 2013 എൻ്റെ MBA കഴിഞ്ഞ കാലഘട്ടം മുതൽ ട്രേഡിങ്ങിലുള്ള ആളാണ്. അതായത് നമ്മളിപ്പോൾ എന്താ പറയുക, ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സൊക്കെ വരുന്നതിന് മുമ്പേ ഉള്ള ബ്രോക്കേഴ്സ് യൂസ് ചെയ്തിട്ട് ഇതുവരെ എനിക്ക് അക്കൗണ്ട് ഉണ്ട്. അപ്പോൾ അത് വെച്ച് ഞാൻ ട്രേഡിങ് തുടങ്ങിയിട്ടുള്ളതാണ്. പക്ഷേ ഞാനൊരു വലിയ എക്സ്പെർട്ടാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. കാരണം ഒരു മിനിമം നോളജ്, എൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു മിനിമം പ്രോഫിറ്റ് എടുത്ത് പോകാനുള്ള ഒരു നോളജ് എനിക്ക് ഷെയർ മാർക്കറ്റിലുണ്ട്. അത് ഞാൻ ക്രിപ്റ്റോ ട്രേഡിങ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് കാലം മുമ്പ്. സ്റ്റാർട്ടിങ് ഞാൻ ഇന്ത്യൻ ഷെയർ മാർക്കറ്റിലാണ് സ്റ്റാർട്ട് ചെയ്തത്. അതിനുശേഷം ക്രിപ്റ്റോ ചെയ്തിട്ടുണ്ട്, ഫോറക്സ് ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഫോറക്സ് അത്ര വലിയ കാര്യമായിട്ട് എനിക്ക് വലിയ നോളജ് ഇല്ല. പക്ഷേ ഇന്ത്യൻ ഷെയർ മാർക്കറ്റിലാണ് ഇപ്പോൾ ചെയ്യുന്നത്. അതിൻ്റെ ഇടയിൽ ക്രിപ്റ്റോ കുറച്ച് കാലം ചെയ്തു, പക്ഷേ ചെറുതായിട്ടൊന്ന് കൈ പൊള്ളി. പിന്നെ അതുപോലെ തന്നെ അതൊരു കൃത്യമായ റെഗുലേഷൻസും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് വർക്ക് ചെയ്യുന്ന ഒരു സംഗതി ആയതുകൊണ്ട് തന്നെ ഞാൻ അങ്ങോട്ട് ഉപേക്ഷിച്ചു. അതുകൊണ്ട് ഇപ്പോൾ ഇന്ത്യൻ ഷെയർ മാർക്കറ്റിൽ മാത്രമാണ് ചെയ്യുന്നത്. അത് ഇൻട്രാഡേ ആയിരുന്നു മെയിനായിട്ട് പണ്ട് ചെയ്തിരുന്നത്. ഞാൻ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ ചെയ്യാറില്ല, ഇൻട്രാഡേ ആയിരുന്നു ചെയ്തിരുന്നത്. അത് വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. ലോസ് ഉണ്ടാവില്ല എന്നല്ല കേട്ടോ, പ്രോഫിറ്റും ലോസും മാറി മാറി വരും. എന്നാലും വലിയ കുഴപ്പമില്ലാണ്ട് നമുക്ക് അത്യാവശ്യം ഒരു ചെറിയ സൈഡ് ഇൻകം എന്നുള്ള രീതിയിലൊക്കെ കിട്ടിയിരുന്നതാണ്. ഇപ്പം ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ട്രേഡിങ്ങിലോട്ട് മാറി. ഇപ്പോൾ ഇവിടെ വെറുതെ ഇരിക്കുകയാണല്ലോ. സോ ഫുൾ ടൈം ട്രേഡിംഗ് ആണ് ചെയ്യുന്നത്. ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ചെയ്യാറില്ല, കാരണം മാർക്കറ്റ് ഒന്ന് ഡള്ളാണ്. മൊത്തത്തിൽ നമ്മുടെ പ്രഡിക്ഷനൊക്കെ ആകെ തകിടം പറഞ്ഞിരിക്കുകയായിരുന്നു. കാരണം നമ്മുടെ ട്രംപിൻ്റെ വരവും ആകെ പുതിയ നയങ്ങളും കാര്യങ്ങളൊക്കെ ഇന്ത്യൻ ഷെയർ മാർക്കറ്റിനെ മൊത്തത്തിൽ അടിച്ച് ഒതുക്കി കളഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് വിട്ടുന്നു. ഞാൻ ഭൂരിഭാഗം സ്വിങ്ങാണ് ചെയ്യാറ്, അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. ഇൻട്രാ വിട്ടിട്ട് സ്വിങ്ങിലോട്ട് മാറിയ കാരണം തന്നെ നമുക്ക് പ്രോഫിറ്റ് ഉള്ളപ്പോൾ മാത്രം നമുക്ക് സെയിൽ ചെയ്യുന്നത്. നമുക്ക് ക്യാപിറ്റൽ നമ്മുടെ കയ്യിൽ കുറച്ച് വേണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ സ്വിങ് ട്രേഡ് ചെയ്യുന്ന സമയത്തുള്ള ബുദ്ധിമുട്ട്. അപ്പോൾ കുഴപ്പമില്ല, ക്യാപിറ്റൽ അത്യാവശ്യം നമ്മുടെ കയ്യിലുണ്ട്. നമ്മളത് വെച്ചിട്ട് നമുക്ക് അത്യാവശ്യം സൈഡായിട്ടുള്ള നമുക്ക് ഇൻകം ഉണ്ടാക്കാനുള്ള ഒരു മാർഗ്ഗം ട്രേഡിങ്ങിലൂടെ നമുക്ക് നടക്കും. സോ അതാണ് എൻ്റെ ഇപ്പോൾ ഇവിടുത്തെ ഉള്ള ഒരു ആക്ടിവിറ്റി. ട്രേഡിങ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതേപോലെ സോഷ്യൽ മീഡിയയിലുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഹാപ്പിയാണ്. ഇനി പുതിയ സ്ഥലങ്ങൾ നമുക്ക് വിസിറ്റ് ചെയ്യണം. സ്വിറ്റ്സർലാൻഡ് മൊത്തം കാണണം. അതുപോലെ തന്നെ അതിനടുത്തുള്ള കൺട്രീസിലോട്ട് പോകാൻ പറ്റുന്ന കൺട്രീസിലോട്ട്. വലിയ എക്സ്പെൻസീവ് ആയിട്ടുള്ള യാത്രകളൊന്നും ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. എക്സ്പെൻസ് കുറഞ്ഞ രീതിയിൽ പോയി വരാൻ പറ്റുന്ന രാജ്യങ്ങളിൽ നമ്മൾ പോയി വരും. അതിനടുത്തുള്ള നിയർ ബൈ കൺട്രീസാണ് ഉദ്ദേശിക്കുന്നത്. ഇറ്റലി, ഫ്രാൻസ്, ജർമ്മനി പോലെയുള്ള കൺട്രീസൊക്കെ നമുക്ക് ഒറ്റ ബോർഡർ കിടന്നാൽ മതി. ഒരുപാട് കൺട്രി ബോർഡേഴ്സൊക്കെ ക്രോസ് ചെയ്യേണ്ട ആവശ്യമില്ല. നിയർ ബൈ കൺട്രീസാണ്. അപ്പോൾ ഇവിടേക്ക് ഒന്ന് പോകണം. എന്തായാലും നെക്സ്റ്റ് വീക്ക് ഞങ്ങൾ എന്തായാലും ഇറ്റലി യാത്ര പ്ലാൻ ചെയ്യുന്നുണ്ട്. കൺഫേം ആയിട്ടില്ല, എന്നിരുന്നാലും മിക്കവാറും പോകും. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ പിന്നാലെ വരും. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം വീഡിയോസ്. പല രീതിയിലുള്ള സ്വിറ്റ്സർലാൻഡിൻ്റെ പല രീതിയിലുള്ള കാഴ്ചകളും ഇവിടുത്തെ അറിയാവുന്ന ഇൻഫർമേഷൻസും എല്ലാം ഞാൻ ഈ ചാനൽ വഴി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. കൂടാതെ മറ്റ് രാജ്യങ്ങളിലോട്ട് പോകുന്ന യാത്രകളും ഇവിടെ തന്നെ ഇതിൻ്റെ ഉള്ളിലുള്ള യാത്രകളും എല്ലാം വ്ളോഗുകളായിട്ട് വരും. സോ എത്ര കാലം ഇവിടെ ഉണ്ടെന്ന് അറിയില്ല. ഉള്ള കാലം ഞാൻ എന്തായാലും നല്ല രീതിയിൽ വീഡിയോസ് നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇവിടെ ഉള്ളപ്പോൾ ഇവിടുത്തെ വീഡിയോസിന്, നാട്ടിൽ പോവുകയാണെങ്കിൽ നാട്ടിലെ വീഡിയോസ്, എന്ത് തന്നെയാലും ഇപ്പോൾ വ്ളോഗിങ് എന്ന് പറയുന്നത് ഞാനൊരു പാർട്ട് ഓഫ് ലൈഫായിട്ട് കൊണ്ടുപോകാനുള്ള ഉദ്ദേശത്തിലാണ്. അപ്പോൾ കീപ് സപ്പോർട്ട് മീ. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഓക്കെ, ബൈ.